നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പം മിനിയൂട്ടി എത്തിയിട്ടുണ്ട്. മിനിയൂട്ടി എത്തി. ഇവിടുത്തെ റോഡ് എങ്ങനെയാണ്? കുറച്ച് ഭാഗം വണ്ടിയായിട്ട് വന്നാലേ വണ്ടി തള്ളക്കും തണ്ടക്കും പിടിക്കും. ആ റോഡാ കുറച്ച് ഭാഗം ഭയങ്കര വഴി വന്നു കഴിഞ്ഞാൽ റോഡ് കുഴപ്പമില്ല. പക്ഷേ മിനിയൂട്ടി കണ്ട് കയറി കഴിഞ്ഞാൽ ഓഫ് റോഡ് വണ്ടി ഉണ്ടോ? താറമല്ലോ എടുത്തു വന്നാലേ പൊളിക്കാം നമുക്ക്. അതിന് പറ്റുന്ന റോഡാ. സർക്കാരിനോട് ഓഫ് റോഡ് ഇല്ല പറഞ്ഞപ്പോൾ റോഡ് ഓഫ് റോഡാക്കി തന്നു. പക്ക ഒത്തിരി ബിസിനസ്സുകളുണ്ട്. ഒരുപാട് ബിസിനസ് ചെയ്യാൻ ഇതാണ് മറ്റേ ജേക്കബിൻ്റെ പറഞ്ഞ സ്വർഗരാജ്യം. ഇതിൽ അവിടെ ഒരു വീട് എടുക്കണുണ്ടോ? അതാണ് സ്വർഗം. സൂര്യനെ കെട്ടി ഗൈസ്. ഞാനുണ്ട് അവർ മയിൽ വാഹനം കേൾക്കണില്ല എന്നുള്ളൂ. തന്തക്ക് നല്ല വിളിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാടാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ വീട് എടുക്കും. പച്ചപ്പും ഹരിതാപവും ഒലിച്ചിങ്ങോട്ട് വരുന്നേ. ഏതാ അങ്ങോട്ട് നോക്കാ? ടയറുമൊക്കെ എത്തിയിട്ട് വലിച്ചിട്ട് നല്ല ലീക്കാ. ഇതേറ്റാണ് ഓഫർ. അടി വരുന്നു, ബോഡിക്ക് അടി വരുന്നുണ്ട്. നല്ലോണം ബോഡി അടി വരുന്നു. ടയറ് ഭയങ്കര രസാ. ആരാണ് വെട്ടിയത്? ആരാ വെട്ടിയത്? പ്രൊഫഷണൽ ബാർബർ. അവിടെ എന്താ ഉള്ളത്? മഞ്ഞും മൂടി കിടക്കണുണ്ടോ? വര 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 പോലെ. അങ്ങോട്ട് വെക്കുന്നേ കൊണ്ട് ചാടിയിട്ട്. ഇനി കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡാണ്. ഇവിടെ സർക്കാർ നമുക്കായി തന്ന വികസിത റോഡുകൾ. അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതാണ് പണ്ടത്തെ മിനിയൂട്ടി. പണ്ടെല്ലാവരും മിനിയൂട്ടി അവിടെ പാഞ്ഞു വരുന്ന സ്ഥലം അല്ലേ? പണ്ടെല്ലാവരും മിനിയൂട്ടി ഓടി വരുന്നതാ ഈ ഭാഗത്ത്. ഇവിടുത്തെ ഈ ഒരു വ്യൂ പോയിന്റുകളും ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ഫ്രഷായി പോകും. ആ കാടൊക്കെ നിൽക്കുന്ന വില കണ്ട നല്ല വ്യൂ. ആ കാടൊക്കെ വളർത്തുന്നുണ്ടോ? ഇങ്ങനെ ഈ കാട് ഇങ്ങനെ ഈ കാടിൻ്റെ സ്ഥലത്ത് നിന്ന് നല്ലത് കാണാൻ ഇപ്പോൾ പോയി. ഇപ്പോൾ അവിടെ കട തുറക്കുന്ന ഒറ്റ കടയാണ്. ആ കാക്കാൻ്റെ കട മാത്രമല്ല. തുറക്കുകയാണെങ്കിൽ കാക്കാൻ്റെ കടയും തുറക്കും. പിന്നെ കാണാനുള്ള വ്യൂ ഇല്ല. കാരണം കാട് വളർന്നു പോകുന്നതുകൊണ്ട് ഒരു വ്യൂ ഇല്ല കാണാൻ. പിന്നെ മുകളിൽ കയറിയിട്ട് നമുക്ക് നല്ലൊരു വ്യൂ കാണാം. കടയൊക്കെ ഉണ്ട്. 68, 89. ഹലോ.
ഹലോ, നല്ല മൊരിഞ്ഞ നല്ല സമോസ ഇത്. നല്ല ചൂടോടുകൂടി വന്നോ കിട്ടുമ്പോൾ ഒരു ചൂടില്ല, പക്ഷെ നൈസ് സമോസ. ഈ സമൂസ ഉണ്ടല്ലോ ഇത് ഹോം മെയ്ഡാ. ആ ഇറച്ചിയടാ ഫില്ലിങ് നല്ല ഇറച്ചിയാണ്, അത് നല്ല ടേസ്റ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പുറംഭാഗം വീട്ടിൽ നിന്ന് ഉണ്ടാക്കണോണ്ട് നല്ല ടേസ്റ്റാണ്. പരിപ്പിൻ്റെ ടേസ്റ്റ് എടുത്ത് വരും. ഉണ്ടാക്കണോണ്ട് ഇവിടെ ഉണ്ടാക്കണോണ്ട് വീട്ടിൽ ഉണ്ടാക്കണോണ്ട്. പൂള ചിപ്സ് 25 രൂപ, 20 രൂപയ്ക്ക് വെറുതെ നിങ്ങൾക്ക് പറയണേ. ഇതാണ് ഫസ്റ്റത്തെ വിരിപ്പ് പോലെ. ഇവിടുന്ന് ഈ കാട് തന്നല്ലേ ഇപ്പം ഇല കൊഴിയണ മാസം ജനുവരി ആദ്യം ഡിസംബറൊക്കെ അങ്ങനെ ഒക്കെ വരും. ഇതിൻ്റെ ഇത് കാടില്ലെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് കാണാം. പിന്നെ ഇരിക്കണ സ്ഥലം അങ്ങനെ സ്ഥലം മരം ഫുള്ളും മരം സെറ്റപ്പൊക്കെ ഇപ്പോൾ ഫുള്ള് ബിൽഡിങ് സാധനങ്ങൾ സെറ്റപ്പായി. ടെക്നോളജിയാ ഇതെന്താ പറയണത്? ഇവിടെ എന്താ പറയണത്? പുകവലി നിരോധിത മേഖല. ഒട്ടും പുകയില്ലാത്ത രാജ്യം അല്ല സ്ഥലം. ഇവിടെ 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 എത്തിക്കോ, കുറച്ച് അങ്ങോട്ട് എത്തിക്കോ. അല്ല അങ്ങോട്ട് നിർത്തണ്ട, ഇത് വണ്ടി പോണതല്ലോ, ലോറിക്കാർ ചാരും. എത്തിക്കോ. തീർന്നോ പെട്രോൾ തീരാൻ സാധ്യതയില്ല. നമുക്ക് അങ്ങോട്ട് ഹീറ്റായിട്ടോ, ഹീറ്റായ വണ്ടി ഓഫ് ആവില്ലേ? അത് പേടിച്ചു. താൽക്കാലികമായി ഓഫായിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് അറിയില്ല, ഹീറ്റായിട്ടാണോ എന്താ അറിയില്ല. ഇത്ര മല വലിപ്പിച്ച് കയറിയാണ്ടാണെന്ന് പറഞ്ഞൂടാ. ക്യാമറ അയ്യോ, നമ്മളെ ചായക്കടൻ്റെ അവിടെ നിന്ന് കണ്ട അതുണ്ടല്ലോ, അതിന് മുകളിലോട്ട് അതിന് ബാക്കിലൂടെ വഴിയുണ്ട്. പക്ഷേ പ്രൈവറ്റ് പ്ലേസാണ്, കയറുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ എത്തി. Wow, guys, കേറട്ടാ, റിസ്കാണേ. നമുക്ക് അപ്പുറം വലണ്ട, അപ്പുറം പോവാ. അതാണ് നമ്മൾ ചാടിച്ച ടീ ഷോപ്പ്. അതിന് മുകളിൽ നമ്മൾ അവിടെ നിന്ന് കാണിച്ചതിൻ്റെ സ്ഥലം. ശരിക്കും വീഡിയോ കാണാനൊന്നും വലിയ രസമില്ല, ഇവിടെ വന്നേ ഇത് കാണണം. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴോട്ട് ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്.
കേറി. എങ്ങനെയുണ്ട്? ഓ നല്ല യോഗം പറഞ്ഞ രാവിലെ വരണം, എന്നാലാണ്. രാവിലെ 6 മണി 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം, ആ കാണുന്ന ഭാഗം അവിടെ ഫുൾ കോടായിരിക്കും. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴത്തോട്ട് നോക്കി ചായക്കടയൊക്കെ അടിയിൽ ചായക്കട അവിടെ സോളാർ ലൈറ്റോ, സോളാർ ലൈറ്റ് അല്ല, സോളാറിൻ്റെ സെറ്റപ്പ് ഒക്കെ പോലെ പോയ അടി കിടക്ക. ആ കട കാണുന്നത് അതിൻ്റെ മുകളിൽ സോളാറൊക്കെ. ഈ കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത വീഡിയോകൾ നമ്മൾ മുന്നേ കണ്ട്. ഇതിപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ കയറി വെക്കും. ഇതേോട്ട് ബാക്കിലൂടെ വരാനൊരു സ്പേസ് ഉണ്ട്, മുന്നിലൂടെ വരാൻ മുന്നിലൂടെ പിടിച്ച് കയറാൻ ആ വലിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇവിടെ ഇതാ ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ആ വലിയൊരു സ്പേസ് ഉണ്ട് താഴത്തുനിന്ന് കയറാൻ. ബാക്കിലൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് ഒരു പ്രൈവറ്റ് റോഡാണ്, പ്രൈവറ്റ് പ്ലേസാണ്. അവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാം. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നാൽ കാണുന്ന കാഴ്ചയാണ് ഇത്. ആൻഡ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ആ കയറി വരുന്ന വയ്യ പറഞ്ഞല്ലേ, ഇത് അലമ്പാക്കിക്കോളും. നല്ല രസമുണ്ട് കാണാൻ. പ്ലാസ്റ്റിക്കും ഉള്ള വേസ്റ്റും അങ്ങനെയൊക്കെ ഇട്ട് നാശകോശാലമാക്കും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ. നല്ലതീകം കൊണ്ടടക്കൂല. പ്രകൃതി രമണീയം മനുഷ്യരമണീയമാക്കും. തെണ്ടി മനുഷ്യർ നോക്കാം, എല്ലായിടത്തുണ്ട്. വഴികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കണം എന്നതാണ്. കാര്യമായിട്ട് ഒന്നുമില്ല അല്ലേ, ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇല്ല, വേറെ ഏതൊക്കെയോ വയ്യാണ്. വെറുതെ ഇങ്ങനെ കുറേ കാട്ടിലോട്ട് പോകാനല്ലേ, വേറെ ഒന്നുമില്ല അവിടെ. ഇല്ല ഫോ എല്ലാം ഒന്നും കാണില്ല. ഇല്ല. നമ്മള് വന്ന വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. വണ്ടിക്ക് എന്തോ പറ്റിയാണ്, അവിടെ പോയിട്ട് നോക്കണം എന്തോ പറ്റി വണ്ടിക്ക് എന്നത്. നമ്മൾ താഴെ ഇറങ്ങുക. വീണാൽ ഒന്നും പറ്റാതിരിക്കും. നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ഹെൽമെറ്റ് എപ്പോഴും ഉണ്ടാവണം. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. നമ്മളെ വണ്ടി സ്റ്റാർട്ടായി. ഇവിടെ വന്ന വഴി ഇതാണ്. ഒരു പ്രൈവറ്റ് പ്ലേസാണ്. മാക്സിമം എല്ലാവരും വരികയാണെങ്കിൽ മറ്റേ വഴി ട്രൈ ചെയ്യുക. അതാവുമ്പോൾ കുറച്ച് അഡ്വഞ്ചർ ആവും. ഇത് ബൈക്ക് കയറ്റിയിട്ടാണ് നമ്മൾ വന്നത്. പ്രൈവറ്റ് പ്ലേസാണ്, അതിൽ കണ്ട പ്രശ്നമാണ്. സൂര്യനൊക്കെ വന്നു ഗൈസ്. സൂര്യൻ വന്നു, സൂര്യൻ മിനുട്ടി അവിടുന്നാണ്.
അവിടെ ആയിരുന്നു പണ്ടൊക്കെ എല്ലാവരും ചായ കുടിക്കാനും വ്യൂ പോയിന്റ് കാണാനും ഒക്കെ പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇതേപോലത്തെ പാർക്കുകൾ, ചിൽഡ്രൻസ് പാർക്കുകൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വന്ന് ഇപ്പോൾ ആളുകളൊക്കെ അധികം ഇവിടെയാണ് ഈ ഭാഗങ്ങളിലാണ്. പ്രകൃതി കാണാൻ വന്നു കഴിഞ്ഞാൽ അത് കാണാം, അതാ ഒന്നുകൂടി ഭംഗി. ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്ത റോഡാണ് എന്ന് വെച്ചാൽ കുഴപ്പമില്ലാതെ ഉള്ളിൽ കുഴികൾ ഇല്ല എന്നല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇതാണ് പെറ്റ്സ് പാർക്ക്. അപ്പോൾ പറയും ആരംഭിക്കലാമോ ഓഫ് റോഡ്? ഇതുവരെ നമ്മൾ കണ്ടത് ചെറിയ ഓഫ് റോഡ്, ഇനിയാണ് ഓഫ് റോഡ്. ഓഫ് റോഡ് സ്റ്റാർട്ടിങ് വരുമ്പോൾ കിട്ടുന്ന റോഡാണ്. നമുക്ക് കട്ട് ചെയ്ത് കയറാനൊന്നുമില്ല ഗ്രൗണ്ടിൽ കൂടെ. ഇല്ല, നീ ഏതായിട്ട് എടുക്കും ഓഫ് റോഡ് കാണിക്കണ്ടേ? ഓഫ് റോഡ് എക്സ്പ്രസ് അല്ലെങ്കിൽ ഹിമാലയാനും അങ്ങനത്തെ വണ്ടിയായിട്ട് നിങ്ങൾക്ക് വന്നാൽ ഇപ്പോൾ മൊബൈലാവും ഇവിടെ. ആക്സസ്, ആക്റ്റീവ, അങ്ങനത്തെ അങ്ങനത്തെ വണ്ടികൾ ഇതുവഴി കടത്തി വിടുന്നതല്ല. ഇതൊന്നും അല്ല, ഇതൊക്കെ കുഴപ്പമില്ലാന്ന് പറയാം. ഇതിലും ദയനീയമായ അവസ്ഥകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. മാന്തിട്ട പോലെ ഉണ്ടാവും, PWD വർക്കിന് മാന്തിട്ട പോലെ ഉണ്ടാവും കാണാൻ. ആ റോഡ് ഇപ്പോൾ വരും. ഒരു പള്ളിയുണ്ട്, ആ പള്ളീൻ്റെ മുന്നിലൊക്കെയാണ് ഒരു കോളേജ് ഉണ്ട് ഇവിടെ, ഒരു ജാമിയ കോളേജ്. ജാമിയ കോളേജാണ്. അതിൻ്റെ മുന്നത്തെ റോഡാണ്. ശരിക്കും ഇവിടെ മുതൽ ഈ റോഡിലോട്ട് കയറുന്ന ഒരു വഴിയുണ്ട്, അതുവരെ ഏകദേശം ഫുള്ള് PWD വർക്കിന് വേണ്ടിയിട്ട് റോഡ് മാന്തിട്ടതുപോലെയാണ് അവസ്ഥ. ഇത് ശരിക്കും റോഡ് പണി നടക്കാൻ വേണ്ടിയിട്ട് മാന്തിട്ടതൊന്നുമല്ല. ഇത് റോഡ് ഓടി 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 വണ്ടികൾ ഓടി ഓടി പൊട്ടിപ്പൊളിഞ്ഞത് അവസ്ഥയാണ്. ഫുള്ളിങ്ങനെ കൂനായി നിൽക്കും. അപ്പോൾ നമുക്ക് ടയറിനൊക്കെ ഇങ്ങനെ അടി വരും. വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ നല്ല അടി വരും ടയറിനൊക്കെ. ഇവിടെയും ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഇതാ വരുന്നു മക്കളെ, നമ്മുടെ പുതുപുത്തൻ ഓഫ് റോഡ്. ഞങ്ങൾ മലപ്പുറത്താർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുതുപുത്തൻ ഓഫ് റോഡ്. ഇതാണ് ഇസ്ലാമിയ, ഇസ്ലാമിയ എന്തോ കോളേജാണിത്. അതിൻ്റെ ഒരു മുൻഭാഗത്തായിട്ടാണ്, ഒരു വളവിലാണ് നമുക്ക് ഫുള്ളായിട്ട് ഓഫ് റോഡ് കിട്ടുക. ഫുള്ളി പറഞ്ഞാൽ ഫുള്ളി ഓഫ് റോഡ്. വൗ, വണ്ടർഫുള്ളാണ്. ഈ ലോറിക്കാർ എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലോറിക്കാർ ഓടി തന്നെയാണ് കൂടുതലും ഇങ്ങനെ ആവണത്. ഓല് ലോഡും വണ്ടി വെച്ചിട്ടുണ്ട് ഓടും. പിന്നെ അത് പൊളിഞ്ഞ് നാറാണക്കലെടുക്കും. അമ്മര് റോഡയക്കുന്നത് കിടന്ന് കല്ലങ്ങ. ഓ മച്ചി ഊപ്പാടൊക്കെ അങ്ങനെ അങ്ങ്. പിന്നെ അങ്ങ് പോണ ദൂരമുള്ള ഒരു വണ്ടീനെ ഞാൻ കാണിച്ചു തരാം. ലോഡഡ്, ഫുള്ളി ലോഡഡ് വണ്ടിയാണ്. ഇങ്ങനത്തെ വണ്ടി ഇഷ്ടം പോലെ ഈ റൂട്ടിൽ വരും. ഇഷ്ടം പോലെ വെച്ചാൽ ചിലപ്പോൾ വരിക്കൊക്കെ വരും. നോക്കി കണ്ടിട്ട് നമ്മൾ വണ്ടി വിളിച്ചാൽ നമ്മളെ തടിക്ക് പഠിച്ചോൻ കാവില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഓല് ഇങ്ങനെ ഒരു പോക്ക് പോകും. ഇറക്കത്തിലോ വളവിലോ വന്ന മക്കളെ നമ്മൾ മാറിക്കൊടുക്കുക. ഓൽക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ലോഡ് വണ്ടി ആയിരിക്കും. ഓല് ഇങ്ങനെ ഇത്ര സ്പീഡിലാണ് മിനിമം ഒക്കെ പോകുന്നത്. ചിലപ്പോൾ ചില വണ്ടിയിൽ സ്പീഡ് ഉണ്ടാവും, എന്നാലും ഓക്കെ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഓവർടേക്ക് ചെയ്യുക, നമ്മളെ മാന്യതയിൽ നമ്മൾ വണ്ടി ഓടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ഒന്നും വണ്ടി കഴിയുമ്പോൾ കിട്ടില്ല. ഓൽക്ക് തീരെയും കിട്ടില്ല. ചാർജ് ചെയ്യണം, മേത്ത് കൂടെ കയറിയിട്ട് പോയ പോലെ അറിയില്ല. അമ്പ് ചാടിയ പോലെ സെറ്റപ്പാണ്, ഫുള്ളി സെറ്റപ്പാണ്. ഒരു വണ്ടി ഇവിടെ പറക്കൂല, എന്നോട് പേടിക്കണം.